ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെയൊന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുവെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്ത് തരം ചിന്തകളാണുള്ളത്, നിങ്ങളെക്കുറിച്ച് എന്ത് ഫീലിങ്സ് ആണുള്ളത്, അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും മെസ്സേജസ് ഉണ്ടാകുമോ? കറണ്ട് ഫീലിങ്സ് ആൻഡ് ദെയർ മെസ്സേജസ്. ഓക്കെ, ന്യൂ ചാപ്റ്ററാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും ഈ പേഴ്സണുമായിട്ട് നിങ്ങൾ സെപ്പറേഷനിലോ അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കം ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് യെസ്, അവരുടെ ജീവിതത്തിൽ അവർ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. അതായത് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുമായിരുന്നൊരു സന്ദർഭത്തിൽ അവർ സൈലൻ്റ് ആയിട്ടിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ഒരു പക്ഷേ അവർ ആ ഒരു സമയത്ത് കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനൊരു ഡിസ്റ്റൻസ് ഉണ്ടാവുമായിരുന്നില്ല എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ഡിസ്റ്റൻസിനെ കൊണ്ട് ഇപ്പോൾ കൂടുതൽ പേരും ഇതൊരു ഡിസ്റ്റൻസാണ് കാണിക്കുന്നത്. മാനസികമായിട്ടുള്ള അകൽച്ചയായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കൽ സെപ്പറേഷൻ, ഒരുപാട് എബ്രോഡ് താമസിക്കുന്ന അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസിൽ താമസിക്കുന്നവരായിരിക്കാം. പക്ഷെ അവർ പറയുന്നത് ഒരിക്കലും ഈ ഒരു ഡിസ്റ്റൻസ് നിങ്ങളുടെ പ്രണയബന്ധത്തെ തകർക്കുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്. ആരുടെ മുന്നിലും ഒന്നിനും താഴ്ന്നു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണുന്നില്ല. അവരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എങ്കിൽ പോലും ഒരിക്കലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തൊരു വ്യക്തി തന്നെ ആയിരിക്കണം. ആൻഡ് ഇപ്പോഴും അവർക്ക് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്ന ഒരുപാട് സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ഒരു മിസ് ഫീലിങ്സ് ആണ് കൂടുതലായിട്ടും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വാസൻ ഹാപ്പി ദ വേ തിങ്സ് വെയർ ഗോയിങ്. കാര്യങ്ങൾ ഇപ്പോൾ പോകുന്ന ഒരു സാഹചര്യം അവർക്ക് ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ സംതൃപ്തിയോടെ മുന്നോട്ട് പോകാനായിട്ട് അവർക്ക്, ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത്. ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. ഓക്കെ, അവരുടെ മിസ്റ്റേക്കുകൾ ഒരുപാട് അവരുടെ ഭാഗത്താണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് അവരുടെ തെറ്റുകളൊക്കെ തിരുത്തണം, നിങ്ങളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നുള്ളതാണ്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. സത്യങ്ങളൊക്കെ നിങ്ങളോട് വെളിപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തോ ചില കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങളെ ഒളിച്ചു വെച്ചിരുന്ന ചില രഹസ്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പറയാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കാം. എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞ് ഇത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. പലതരത്തിലുള്ള കാര്യങ്ങളിലും നിങ്ങൾക്ക് രണ്ടുപേർക്കും അഡ്ജസ്റ്റ് ആയി പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി പെട്ടെന്ന് ദേഷ്യം വരുന്നവരായിരിക്കാം, സഡനായിട്ട് ദേഷ്യം വന്നിട്ട് നിങ്ങളോട് കയർത്ത് സംസാരിക്കുന്നവരായിരിക്കാം. അതൊക്കെ നിങ്ങളെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില ബിഹേവിയർ ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതും ഒരു സെപ്പറേഷനിലേക്കൊക്കെ ലീഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഹാബിറ്റ്സുകൾ മാറ്റാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അത് മാറുമോ എന്നവർ ഡൗട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിതൗട്ട് യു. നിങ്ങളില്ലാതെ അവരുടെ ആ ഒരു ലൈഫിൻ്റെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടു. അവർക്ക് ആ ഒരു ആബ്സെൻസിനെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ. ആൻഡ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി എന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ വ്യക്തി. പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അവർ ഓർക്കുന്നുണ്ട്, അതിൽ റിഗ്രറ്റ് ആവുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവർ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻ. അങ്ങനെ ഇരിക്കെ അവർക്ക് റിഗ്രറ്റ് ഉണ്ടായത് ഇതൊരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കരുതായിരുന്നു എന്നുള്ളത്. അവരുടെ ഭാഗത്ത് ഒരിക്കലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് സംഭവിക്കരുതായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. അവർക്കറിയാം നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണും ഒരുപോലെ ഹേർട്ട് ചെയ്യുന്ന സിറ്റുവേഷനാണിത്. ഓക്കെ, ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഈ ഒരു ഡാമേജ് എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ലൈഫിൽ ഒരു കാര്യങ്ങളിലേക്കും ഫോക്കസ്ഡ് ആവാൻ കഴിയുന്നില്ല, പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കുറവുകൾ ഇവിടെ അവർ കാണുന്നുണ്ട്.
അതുപോലെ തന്നെ ഡിഫറൻസസിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങളെന്ന് പറയുന്നത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ് അവരിൽ നിന്നും. ആൻഡ് സീക്രട്സ്, എന്തോ ചില സീക്രട്സ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. പക്ഷെ അവരത് നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞ ഒരു കാര്യമായിരിക്കാം, അവരുടെ മനസ്സിൽ ഇപ്പോഴും അത് സീക്രട്ടായിട്ട് ഇരിക്കുന്നുണ്ടാവാം. അങ്ങനെ ഒരു കുഴഞ്ഞ മറിഞ്ഞ പ്രശ്നം ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട്. അവരത് നിങ്ങളോട് പറയാത്തതിൻ്റെ പേരിലാണോ ഇപ്പോഴും ഈ ഒരു സെപ്പറേഷൻ തുടരുന്നത് എന്നൊരു ഡൗട്ട് ഈ വ്യക്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. ഒരു ഡിറ്റാച്ച്മെൻറ്റ് ഈ ഒരു സമയത്ത് അവരുടെ ലൈഫിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് അതൊരു വിധിയാണ്. ആ ഒരു ഡിറ്റാച്ച്മെൻറ്റിലൂടെയാണ് ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് എന്നുള്ള റിയലൈസേഷനും അവർക്ക് ഉണ്ടാവുന്നുണ്ട്. ഐ ഫെൽ ലൈക്ക് യു ഡിഡിൻറ്റ് കെയർ. നിങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചില്ല, അവരുടെ വേദനകൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല. അങ്ങനെ കുറച്ച് കംപ്ലയിൻറ്റ്സ് ഈ വ്യക്തിയോട് പറയുന്നുണ്ട്. അവരെ നിങ്ങൾ കെയർ ചെയ്തില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഫൈനലി ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് വൈകിപ്പോയോ എന്നും അവർ ഡൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരുപാട് ഡൗട്ട്സുകളാണ് ആ വ്യക്തി ക്ലിയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സമയത്തെക്കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ചിലപ്പോൾ ഒത്തിരി നാളുകളായിട്ട് സെപ്പറേഷനിൽ പോയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർ ഭയന്നിരിക്കുകയാണ്, ഇനി അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്നാൽ ഒരു അവസരം നിങ്ങൾ അവർക്ക് കൊടുക്കുമോ, അവർ സ്വീകരിക്കുമോ, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു സംശയം പോലെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് എനർജീസാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാ പേർക്കും ഒന്നും കറക്റ്റായിട്ട് വരണമെന്നില്ല. റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.